അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് 6 വലിയ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 6 വലിയ നെല്ലിക്കാണ് എടുത്തിട്ടുള്ളത്. ചെറിയ നെല്ലിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം ഒക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെല്ലിക്ക വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. ഈ വെള്ളമൊക്കെ തിളച്ച് നെല്ലിക്ക ഒന്ന് വെന്ത് വരണം. പക്ഷേ നെല്ലിക്ക ഒരുപാട് അങ്ങ് വെന്ത് പോവാനും പാടില്ല. ഇപ്പോൾ കുക്കർ അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് നെല്ലിക്ക. വിറ്റാമിൻ സി, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളുടെ മികച്ച ഉറവിടമായ നെല്ലിക്ക ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യത്തെ മികവുറ്റതാക്കി തീർക്കാൻ നെല്ലിക്കയ്ക്ക് കഴിവുണ്ട്. BP, കൊളസ്ട്രോള്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൊണ്ട് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ നെല്ലിക്കയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ നെല്ലിക്കയിലെ പോഷകങ്ങൾ ശരീരഭാരം കുറയ്ക്കുവാനും ദഹന പ്രക്രിയ എളുപ്പത്തിലാക്കുവാനും ഒക്കെ സഹായിക്കും. അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് നെല്ലിക്ക. മുടി കൊഴിച്ചിൽ മാറാനും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ് ദിവസവും നെല്ലിക്ക കഴിക്കുന്നത്. കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നെല്ലിക്ക ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഉള്ളിലുള്ള ആ കുരു എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ നെല്ലിക്ക വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് വേവിച്ചെടുത്ത നെല്ലിക്ക മാറ്റാം. നെല്ലിക്ക വേവിച്ചെടുത്ത അതേ വെള്ളത്തിൽ തന്നെ 1 കപ്പ് സാമ്പാർ പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുതിർത്തൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല വേവുള്ള സാമ്പാർ പരിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീനിക്കിഴങ്ങാണ്. ചീനിക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്നൊക്കെ അറിയപ്പെടും. ഇത് പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ചീനിക്കിഴങ്ങ്. ഈ വിറ്റാമിൻ എ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും വിറ്റാമിൻ ബി ധാരാളം ഈ ചീനിക്കിഴങ്ങിന് ഉള്ളത് കൊണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ കണ്ണുകൾക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മലബന്ധം മാറിക്കിട്ടുന്നതിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വൃക്കകളുടെ ആരോഗ്യത്തിനും BP നിയന്ത്രിച്ച് നിർത്താനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ ചീനിക്കിഴങ്ങ് ദിവസവും കഴിക്കുന്നത്. ക്യാൻസറിനെ ചെറുത്ത് നിൽക്കാനൊക്കെ കഴിവുണ്ട്. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിവസവും ചീനിക്കിഴങ്ങ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. തൊലി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയോടുകൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൊലി മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ചീനിക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ തൊലിയെല്ലാം മാറ്റി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നെല്ലിക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കുരു മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ നെല്ലിക്ക വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ നമുക്കിട്ട് വേവിച്ചിട്ടെടുക്കാം. പിന്നെ എടുത്തിട്ട് ഇപ്പോൾ കുരുവൊക്കെ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല. അപ്പോൾ അത് ആദ്യമേ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നെല്ലിക്കയൊക്കെ സൗന്ദര്യത്തിനും മുടി വളരാനും അതുപോലെ തന്നെ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്ക വില കുറവാണ്. വില കുറവിന് നമുക്ക് നെല്ലിക്ക വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ഇത് വേവിച്ചെടുക്കുന്നതിന് കുറച്ച് വെള്ളം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ എത്ര വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. ഞാൻ എടുത്ത സാമ്പാർ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പച്ചമുളക് ചേർക്കുകയാണ്. എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാകും. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തു. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചതച്ച് അങ്ങനെയെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 വലിയ വെളുത്തുള്ളി അല്ലികൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണം ഒക്കെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ കുക്കർ മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇതിന്റെ ആവി മുഴുവനും ഇതാ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പൊക്കെ നല്ലതുപോലെ ഇതാ വെന്തിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം.
സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തടിത്തവി വെച്ചിട്ടോ ഇതുപോലത്തെ ഒരു മാഷർ വെച്ചിട്ടോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒരുപാടങ്ങ് പൊടിച്ച് അങ്ങ് പേസ്റ്റ് പരുവത്തിനൊന്നും ആയി പോകരുത്. ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ അതെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരുപാടങ്ങ് ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് പാകത്തിനുള്ള ഉപ്പൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, വെള്ളമെല്ലാം കറക്റ്റാണ്. കുറച്ച് ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. അപ്പോൾ മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്ക് ഈ 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് താളിച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടുക് താളിക്കേണ്ട ആവശ്യമില്ല. അത് കടുക് താളിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ച് ഇങ്ങനെ എടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. ഈ നെല്ലിക്കയുടെ ചെറിയൊരു കയ്പും അതുപോലെ തന്നെ മധുരക്കിഴങ്ങിൻ്റെ ചെറിയൊരു മധുരം എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും ഇങ്ങനെ കറി വെച്ച് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ബിപിയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയാനും തടി കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിലൊട്ടും തന്നെ നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇന്നും നമ്മൾ തേങ്ങ അരച്ച കറികളൊക്കെ തയ്യാറാക്കി കഴിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഇതിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ നെല്ലിക്കയും അതുപോലെ മധുരക്കിഴങ്ങൊക്കെ വെച്ചിട്ട് അതുപോലെ കറി തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നെല്ലിക്കയും മധുരക്കിഴങ്ങും വെച്ചിട്ട് ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്